ഗുരുവായൂർ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി സെക്സ് വിൽപ്പന. ഗുരുവായൂർ പോലീസ് 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർക്ക് 4 വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഏകദേശം 10,000-ഓളം അംഗങ്ങൾ ക്യൂ നിൽക്കുന്നു. വാട്സാപ്പ് ഗ്രൂപ്പ് നടത്തുന്ന അജയ് വിനോദിനെ അറസ്റ്റ് ചെയ്തു. അയാൾ ഗുരുവായൂർ നെൽമിനിക്കാരനാണ്. അമ്പാടി വീട്ടിലെ അജയ് വിനോദ്, 24 വയസ്സേ ഉള്ളൂ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇയാളാണ്. അയാൾ 2 ഏജൻറ്റുമാരുണ്ട് ആ ഗ്രൂപ്പിൽ. കൊടുങ്ങല്ലൂർക്കാരൻ മരോട്ടിക്കൽ MJ ഷോജിൻ, അയാൾക്ക് 24 വയസ്സേ ഉള്ളൂ. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ ലോഡ്ജ് നടത്തുന്ന പാലക്കാട്ടുകാരൻ അയനിക്കാട് സ്വദേശി രഞ്ജിത്ത്, അയാൾക്ക് 41 വയസ്സുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ലോഡ്ജ് അവൈലബിൾ ആണ്. ഈ ഗ്രൂപ്പിൽ ഏകദേശം 10,000-ഓളം പേരുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അതിശയപ്പെട്ടു പോകും. ആവശ്യക്കാർ കൂടുതലാണ്. സെക്സിൻ്റെ കാര്യത്തിനൊക്കെ പലരും നേരത്തെ ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ബാംഗ്ലൂരൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരും ആവശ്യക്കാരും ഒക്കെ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമായാൽ മതി, നിങ്ങൾക്ക് ആവശ്യക്കാരെ ലഭിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഏതായാലും ഓൺലൈൻ സെക്സ് റാക്കറ്റിനെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ വിനോദ്, അജയ് വിനോദിൻ്റെ ഗ്രൂപ്പിലുള്ള ആ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച ലോഡ്ജ് മാനേജരും 2 ഏജൻറ്റുമാരെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മറ്റൊരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ അഡ്മിൻ ഒരു സ്ത്രീയാണ്. അവർ ഒളിവിലാണ്. അവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 4 വാട്സാപ്പ് ഗ്രൂപ്പ് മൊത്തമുണ്ട്. അതിൻ്റെ മുഴുവൻ പണം ചെല്ലുന്നത് ഗൂഗിൾ പേ വഴിയും ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയും അജയ് വിനോദിൻ്റെ അക്കൗണ്ടിലാണ്. പിന്നെ കുറേ ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ കഴിഞ്ഞ 1 വർഷമായി ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നു. സെക്സിന് ഇപ്പം ബ്രോത്തൽ ഹൗസ് ഒന്നും കേരളത്തിൽ നടത്തണ്ട. ഇതുപോലെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും ലീഡിംഗ് ആയ ഗ്രൂപ്പിനെയാണ് ഇപ്പം ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രവർത്തന മേഖലകൾ 8 സ്ഥലങ്ങളിലാണ്. കാരണം 7-8 ജില്ലകളിൽ പരന്നു കിടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഗ്രൂപ്പുകളിലെ ആവശ്യക്കാരെ വിളിക്കുന്നവർ അവരുടെ വീട് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കും. അതിൻ്റെ പരിസരത്തുള്ള അംഗങ്ങൾക്ക് പെട്ടെന്ന് ലഭ്യമാകാനുള്ള സാധ്യതയും ഇതിൻ്റെ അകത്തുണ്ട്. പൊതുവായി ഇവരുടെ കയ്യിൽ കേരളത്തിൽ ഇതുപോലെ സെക്സ് വിറ്റ് പണം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റുകൾ കൈവശമുണ്ട്. ഓരോരുത്തരെ ആവശ്യക്കാരുടെ സ്ഥലവും ഇതൊക്കെ അനുസരിച്ച് അവിടുത്തെ പരിസരത്ത് തന്നെ അത് സപ്ലൈ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നാട്ടിലെ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ലോഡ്ജ് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കേസിലെ 3 പ്രതികളിലെ ഒരു 41-കാരൻ ലോഡ്ജുകാരൻ, അയാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെയോ ലോഡ്ജ് നടത്തുന്ന ആളാണ്. അയാൾ പാലക്കാട്ടുകാരനാണ്. ഇവിടെ വന്ന് ലോഡ്ജ് എടുത്ത് നടത്തുകയാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ട സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ പല സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പൊതുവെ ഫ്രീ സെക്സിലേക്ക് വന്നപ്പം പ്രായപൂർത്തിയായവർ തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നതോ പ്രായപൂർത്തിയാവുന്നവർ തമ്മിൽ സെക്സ് ചെയ്യുന്നത് ഒരു ഒഫൻസായിട്ട് ഇന്ത്യയിൽ ഇല്ല, കുറ്റകരമല്ല. അത് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കൺസെൻഷ്യൽ അല്ലെങ്കിൽ സമ്മതത്തോടെയുള്ള സെക്സ് കുറ്റകരമല്ല എന്ന് വന്നതോടുകൂടി സെക്സ് റാക്കറ്റ് വളരെ കാര്യക്ഷമമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പിടുത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഒരാൾ 4 ഗ്രൂപ്പുകളാണ്. അതിൽ 2 ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇവരാണ്, ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഒരു ലേഡിയാണ്. ഇനി അടുത്ത് ഈ ഗ്രൂപ്പിലുള്ളവരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന അനേകം ഗ്രൂപ്പുകൾ ഉണ്ടാകാം. എങ്കിലും ഈ ആവശ്യക്കാർ ഈ ഒരു ഗ്രൂപ്പ് തന്നെ നോക്കിയപ്പം അതിനകത്ത് 10,000 പേരുണ്ടെന്ന് നമ്മൾ കണ്ടോണം. അതുകൊണ്ട് നല്ല ഡിമാൻഡുള്ള മേഖലയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലർക്കും നമുക്കറിയാം. നമുക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കായിട്ട് ഈ അടുത്ത കാലത്ത് 420 പേര് കേരളത്തിൽ ആൾക്കാർക്ക് അവർക്ക് എയ്ഡ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലുള്ള സെക്സ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഈ അനുബന്ധമായി ഇതുപോലെ പ്രവർത്തിക്കുന്ന രാസലഹരി ഗ്രൂപ്പുകൾ, ഡ്രഗ്സ് ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകളുണ്ട് കേരളത്തിൽ. അവിടെയൊക്കെ സെക്സ് അവൈലബിളാണ്, രാസലഹരി അവൈലബിളാണ് കേരളത്തിൽ. അതുകൊണ്ട്
ഇന്ത്യയിൽ നിന്ന് എറാഡിക്കേറ്റ് ചെയ്തു പോയ ഇതാണ് ഈ സെക്സ് കൊണ്ടുള്ള രോഗങ്ങൾ. ആ രോഗം ഇപ്പം 427 പേര് കേരളത്തിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇത് പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണ്. നമുക്കറിയാം എയ്ഡ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. അവരുമായിട്ട് ബന്ധപ്പെടുന്നതോ ഇൻട്രാക്ട് ചെയ്യുന്നതിലൊക്കെ എല്ലാം ഈ എയ്ഡ്സ് സമ്മാനിച്ച് അവർ കൊണ്ടുപോകും. കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇഞ്ചക്ഷൻ, അതുപോലെ തന്നെ സിറിഞ്ച് കൊണ്ട് ലഹരി കുത്തിവെക്കുന്നതും. അങ്ങനെ സ്ഥിരമായിട്ട് കുത്തിവെക്കുന്ന ഏരിയകളിൽ സിറിഞ്ചുകൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്തായാലും വളരെ അധികം ഭയപ്പെടേണ്ട ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ കേരളം. കാരണം ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിൽ ഇതുപോലെ ഇത്ര ആൾക്കാർ സെക്സിൻ്റെ പിടിയിൽ കൂടെ അവർക്ക് ഇതുപോലെയുള്ള രോഗങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ള കണക്കുകളൊന്നും ലഭ്യമല്ല. എങ്കിലും കേരളത്തിലെ അനുദിനം ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ രോഗം അത് പടർന്നു പിടിക്കുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും അതിൻ്റെ ഒരു മേഖലയിൽ തന്നെയാണ് ഈ സെക്സ് റാക്കറ്റും പ്രവർത്തിക്കുന്നത്. അങ്ങനെ അവിടെ വരുന്നവർക്കൊക്കെ സർവ്വരോഗങ്ങളുമായിട്ടായിരിക്കും അവർ വരുന്നത്. അതിനകത്ത് വരുന്ന സ്ത്രീകൾക്ക് കൂടെ ആ റാക്കറ്റിനകത്ത് വരുന്ന സ്ത്രീകൾക്ക് കൂടെ ഈ രോഗം പകർന്ന് നാട് മുഴുവൻ അത് സ്പ്രെഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. വളരെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെല്ലാവരും. ഇതുപോലുള്ള സെക്സ് റാക്കറ്റുകളിലൊന്നും ഒരു അംഗമാകാനോ അതിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കരുത്. നിങ്ങൾ പോയാൽ നിങ്ങളുടെ കുടുംബത്തിലും അത് സ്പ്രെഡ് ചെയ്യും. എയ്ഡ്സ് പല സ്ഥലങ്ങളിലും നമ്മുടെ മിക്കവാറും എല്ലാ ജില്ലകളിലും എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. കരുതലോടെ വേണം എല്ലാവരും ഇക്കാര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാനാണ് എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്.